നമസ്കാരം. സങ്കീർണമായ വിഷയങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന നമ്മുടെ പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബിസിനസ്സിലെ ചില ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നും അതിനെങ്ങനെ പരിഹാരം കാണാമെന്നുമാണ്. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? നിങ്ങളുടെ ബിസിനസ്സിന്റെ കാര്യക്ഷമത, വളർച്ച, ചിലവ് ഇതിനെയെല്ലാം പതുക്കെ പതുക്കെ ബാധിക്കുന്ന, പക്ഷെ പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആശയം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് വളരെ ലളിതമായ ഒരു നിർവചനത്തിൽ നിന്ന് തുടങ്ങാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ ഒരു കോഫി ഷോപ്പിൽ പോവുകയാണെന്ന് വെക്കുക. അവിടെ ഓർഡറുകളുടെ ഒരു നീണ്ട ക്യൂ ഉണ്ട്, പക്ഷെ കോഫി ഉണ്ടാക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? അതാണ് തടസ്സം. ശരി, അപ്പം നമ്മുടെ ഈ ബിസിനസ് കുറ്റാന്വേഷണ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം എവിടെയാണ് നടക്കുന്നതെന്ന് കണ്ടെത്തുക, എന്നിട്ട് നമ്മുടെ പ്രധാന സംശയങ്ങളെ തിരിച്ചറിയുക. ഈ കാണുന്നതാണ് നമ്മുടെ ക്രൈം സീൻ മാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഓപ്പറേഷന്റെ മുഴുവൻ രൂപരേഖ. അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത് മുതൽ സാധനമുണ്ടാക്കി വെയർഹൌസിൽ വെച്ച് അവസാനം കസ്റ്റമറുടെ കയ്യിലെത്തുന്നതുവരെയുള്ള ഓരോ ഘട്ടവും ഇതിലുണ്ട്. ഈ ഘട്ടങ്ങളിൽ എവിടെയോ ആണ് നമ്മുടെ കുറ്റവാളി ഒളിച്ചിരിക്കുന്നത്. ഒരു കുറ്റകൃത്യം നടന്നാൽ അവിടെ തെളിവുകൾ ഉണ്ടാകുമല്ലോ. അതുപോലെ നമ്മുടെ സപ്ലൈ ചെയിനിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ചില ലക്ഷണങ്ങളുണ്ടാകും. നീണ്ട കാത്തിരിപ്പ്, ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്ക്, എപ്പോഴും ടെൻഷനടിച്ചിരിക്കുന്ന ജീവനക്കാർ, ഡെലിവറി വൈകുന്നത്, പിന്നെ പരാതികളുടെ ഒരു പ്രവാഹം തന്നെ. ഇതൊക്കെയാണ് ആ പ്രധാന സൂചനകൾ. ഇനി അടുത്ത ഘട്ടം ചോദ്യം ചെയ്യലാണ്. നമ്മുടെ പ്രധാന പ്രതിയെ കണ്ടെത്തി ചില പ്രത്യേക ചോദ്യങ്ങളിലൂടെ സത്യം എന്താണെന്ന് പുറത്തുകൊണ്ടുവരാൻ പോവാണ് നമ്മൾ. ഓക്കെ, അപ്പം നമ്മുടെ കയ്യില് ഒരു പ്രധാന തെളിവ് കിട്ടിയിട്ടുണ്ട്. ഡെലിവറികൾ എപ്പോഴും വൈകുന്നു. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഇത് യഥാർത്ഥ പ്രശ്നമല്ല, മറിച്ച് അതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്. ഇതിന് പിന്നില് വേറെ എന്തോ ഒരു കാരണം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ 5 എന്തുകൊണ്ട് എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. പ്രശ്നത്തിന്റെ ഓരോ ലെയറും പൊളിച്ചുമാറ്റി ആഴത്തിലുള്ള കാരണം കണ്ടെത്തുന്നതുവരെ നമ്മൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ, ഡെലിവറി വൈകുന്നു. എന്തുകൊണ്ട്? ട്രക്കുകൾ വൈകി പുറപ്പെടുന്നു. അതെന്തുകൊണ്ട്? പാക്കിംഗ് പതുക്കെയാണ്. അതെന്തുകൊണ്ട്? പാക്കിംഗ് സാധനങ്ങൾ തീർന്നുപോകുന്നു. അതെന്തുകൊണ്ട്? സംഭരണ വിഭാഗം കൃത്യസമയത്ത് ഓർഡർ ചെയ്യുന്നില്ല. അവസാനത്തെ ചോദ്യം, അതെന്തുകൊണ്ട്? അവർ ഇപ്പോഴും പഴയ രീതിയിൽ കൈകൊണ്ട് സ്റ്റോക്ക് എണ്ണുന്നു. അതെപ്പോഴും തെറ്റുന്നു. കണ്ടോ? അപ്പോ ഇതാണ് യഥാർത്ഥ പ്രശ്നം. യഥാർത്ഥ കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ അടുത്ത പടി അത് നമ്മുടെ ബിസിനസ്സിനെ എത്രത്തോളം മോശമായി ബാധിക്കുന്നു എന്ന് വിലയിരുത്തലാണ്. പണത്തിന്റെ കാര്യത്തിൽ, സമയത്തിന്റെ കാര്യത്തിൽ, ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഏത് പ്രശ്നത്തിനാണ് നമ്മൾ ആദ്യം പരിഹാരം കാണേണ്ടതെന്ന് വളരെ വ്യക്തമാകും. ശരി, കുറ്റവാളിയെ കണ്ടെത്തി നാശനഷ്ടം എത്രയാണെന്നും മനസ്സിലാക്കി. ഇനി അവരെ പിടികൂടാനുള്ള, അതായത് ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനുള്ള ഒരു കിടിലൻ പ്ലാൻ തയ്യാറാക്കാം. ഒരു നല്ല കർമ്മപദ്ധതി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സംശയത്തിനും ഇടയുണ്ടാവില്ല. എന്താണ് ചെയ്യേണ്ടത്, ആരാണത് ചെയ്യേണ്ടത്, എപ്പോഴത്തേക്കും അത് തീർക്കണം എന്നെല്ലാം ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കും. ചുമ്മാ പ്ലാൻ ചെയ്താൽ മാത്രം പോരല്ലോ, അത് നടപ്പിലാക്കുകയും വേണ്ടേ? പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നത് ഒരു ഹൈടെക് ഫോറൻസിക് ടീമിനെ സഹായത്തിന് വിളിക്കുന്നത് പോലെയാണ്. പഴയ, മെല്ലെ പോകുന്ന, കൈകൊണ്ട് ചെയ്യുന്ന രീതികൾക്ക് പകരം വളരെ വേഗത്തിലും കൃത്യതയിലും കാര്യങ്ങൾ ചെയ്യുന്ന ടൂൾസ് വരുന്നു. തെറ്റുകൾ കുറയും, കാര്യക്ഷമത കൂടും. ഒരു പ്രശ്നം പരിഹരിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, അല്ലേ? ഭാവിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാതെ നോക്കാൻ ഒരു സ്ഥിരം സംവിധാനം വേണം. ഒരു നെയ്ബർഹുഡ് വാച്ച് പോലെ നമ്മുടെ സിസ്റ്റത്തെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മുടെ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയാം. ഡെലിവറി സമയം, സ്റ്റോക്കിന്റെ അളവ്, ചിലവ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നാൽ പ്രശ്നം വലുതാകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇടപെടാൻ സാധിക്കും. അതായത് ചുരുക്കിപ്പറഞ്ഞാൽ ഇതൊരു ഒറ്റത്തവണ തീർക്കുന്ന കാര്യമല്ല. നമ്മുടെ വിതരണ ശൃംഖല എപ്പോഴും ഹെൽത്തിയായി, കാര്യക്ഷമമായി മുന്നോട്ടു പോകണമെങ്കിൽ നിരന്തരമായ ഒരു ശ്രദ്ധയും മെച്ചപ്പെടുത്തലും അത്യാവശ്യമാണ്. അതൊരു ശീലമാക്കണം. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ വെക്കണം. നമ്മുടെ ലക്ഷ്യം ഇന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് മാത്രമല്ല, അതിലുപരി നാളത്തെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായ ശക്തമായ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്.